എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുവരെ ഒരു കിടുക്കാച്ചി മുതൽ നമ്മൾ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നോ റീപ്ലേസ്മെൻറ്റ്, അതായത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി, അത് ലോ കിലോമീറ്റർ, വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് കസ്റ്റമറിനെ കണ്ടിട്ട് മേടിക്കണമെങ്കിൽ ഡയറക്റ്റ് അതിനുള്ള അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റും. അത് ഡയറക്റ്റ് ഓണറിൻ്റെ വണ്ടിയാണ്, കിടിലം വണ്ടി എന്ന് തന്നെ പറയാം. അപ്പം വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. 2019 മോഡലാണ്. കിലോമീറ്ററാണ് ഇതിൻ്റെ അകത്ത് വെരി ഹൈലൈറ്റും. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പോലും ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റാർട്ടിങ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടിയുടെ പറയാം. എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫെൻഡറിനോ അതേപോലെ ക്വാർട്ടർ ഗ്ലാസിനോ കാര്യങ്ങൾക്കൊന്നും ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലൊക്കെ എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഇത് നിങ്ങൾ എടുത്തും കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി വണ്ടി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിലും വണ്ടി എടുക്കാം, അത്ര ഗ്യാരണ്ടി ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി വണ്ടിയുടെ ഡോർ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അതായത് വണ്ടിയുടെ ഡോറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ഇത് ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി എടുത്തപ്പോൾ തന്നെ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റബ്ബർ കാര്യങ്ങളൊന്നും അഴിക്കേണ്ട ആവശ്യം പോലും, എന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഡാമേജുകളോ സ്ക്രാച്ചുകളോ വർക്കുകളോ ഒന്നും എടുത്തിട്ടില്ല, നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഇരിക്കുന്നത്. പിന്നെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, നമ്മൾ റീചെക്കും കൂടെ ചെയ്താണ് വണ്ടി. പിന്നെ ഇനി ബാക്ക് സൈഡിലെ ഡോർ കാണിച്ച് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ നിങ്ങൾക്ക് പേസ്റ്റിങ് അതേപോലെ കാണാൻ പറ്റും. ഇനി ഡോർ പാഡിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ആ ക്വാളിറ്റി മനസ്സിലാവും. അതായത് ഒരു സൈഡിൽ ഇപ്പോൾ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവരുടെ ചെറിയ തുണി കാര്യം, അതായത് വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളൂ, അതൊന്നും അവർ റിമൂവ് ചെയ്തില്ല. പിന്നെ ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ക്രോം ഫിനിഷിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രോം അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2.8G ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. ബാക്ക് സൈഡിൽ ഒരു ഗ്ലാസ്സിന്, അതായത് ഗ്ലാസ്സിന് കാര്യങ്ങൾക്കൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ക്വാളിറ്റി, അതായത് പെയിൻറ്റിങ് ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വീഡിയോയിൽ കാണുമ്പം. പിന്നെ ഇതൊക്കെ അഡീഷണൽ ചെയ്തേക്കുന്നതാണ് ക്രോമ കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിൽ ബമ്പർ പൊട്ടിപ്പോയിട്ടുണ്ട്, അതായത് അങ്ങനെ തന്നെ ഇരിപ്പ്, അത് അവർ മാറ്റിയിട്ടില്ല. അപ്പം ഇവിടെ ബമ്പറിൽ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അത് വേറെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റബ്ബിങ് പോളിഷിങ് ചെയ്താൽ തന്നെ മാറും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഓപ്പൺ ആക്കി കാണിച്ചില്ല, ഡിക്കിയും കൂടെ നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കാം. ഇതാ ഡിക്കിയുടെ പേസ്റ്റിങ്ങും അതേപോലെ തന്നെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. റബ്ബർ കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ന്യൂ, അതായത് നല്ല ക്വാളിറ്റി തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ജാക്കി കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് പോലുമില്ല, അതായത് അത്ര നീറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്. അതായത് ജാക്കി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട പോലും വന്നിട്ടില്ല, നല്ല ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെപ്പിനിയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്, ഇതുവരെ പൊട്ടിച്ചിട്ട കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബോഡിക്ക്. അതേപോലെ തന്നെ ഒരു റീപെയിൻറ്റ് പോലും കയറിയിട്ടില്ല, നല്ല ക്വാളിറ്റിയിലാണ്. അതേപോലെ ഗ്ലാസ്സിന് ഒരു ചേഞ്ചും ഇല്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോറും കൂടെ ഓപ്പൺ ആക്കി കാണിക്കാം. ഡോറിൻ്റെ പേസ്റ്റിങ് അതേപോലെ തന്നെയുണ്ട്, പെർഫെക്റ്റ് ആണ്, യാതൊരു തരത്തിലുള്ള ഡാമേജസോ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതൊക്കെ അഴിച്ച് നോക്കുമ്പോൾ നല്ല ടൈറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ബാക്ക് സൈഡും അതേപോലെ ഓപ്പൺ ആക്കി കാണിക്കുക. എന്ന് വെച്ചാൽ എല്ലാ ഡോറും ഡിക്കി ബോണറ്റ് പട്ടി എല്ലാം 100% ജെനുവിൻ ആണ്. അത് ലോ കിലോമീറ്റർ ആണ്, അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. അതും 2019 മോഡൽ. ഇനി നിങ്ങൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ടാൻ വിത്ത് ബ്ലാക്ക് ഇൻറ്റീരിയറിലാണ് ചെയ്തേക്കുന്നത്. അതായത് ബ്രൗണിഷ് ആണ്, നല്ല കളറിൽ വരുന്നത്. അതായത് ഇസഡ് ഓട്ടോമാറ്റിക്കിലേക്ക് ഇവർ ഇത് കൺവേർട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 7 സീറ്ററിലാണ് വണ്ടി വരുന്നത്. അതായത് ക്യാപ്റ്റൻ സീറ്റ് അടക്കം, അതായത് 4+3 എന്നാണ് വരുന്നത്, നല്ല ക്വാളിറ്റി. പിന്നെ അതേപോലെ തന്നെ മാറ്റൊക്കെ 7D മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ 2 മാറ്റ്, അതായത് അഡീഷണൽ 2 മാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും ടയേഴ്സാണ് വരുന്നത്, അതും അപ്പോളോയുടെ ടയേഴ്സാണ് കിടക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബോണറ്റ് അതേപോലെ പട്ടി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ജസ്റ്റ് ഒന്ന് എൻജിൻ റൂമും കൂടെ നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കുക. അതായത് ലൈറ്റിനോ കാര്യങ്ങൾക്കൊന്നും ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല.
പിന്നെ ഈ സൈഡിലേക്ക് നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുക, അതായത് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ബമ്പറിൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത അത്ര സുരക്ഷിതമായിട്ട് അത് വണ്ടി എടുത്തപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തതാണ്, അതായത് എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് അതേപോലെ തന്നെ പേസ്റ്റിങ് നമുക്ക് കാണാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബാറ്ററിയൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ കമ്പനിയിൽ നിന്ന് വരുന്നത് തന്നെയാണ് ബാറ്ററി. വണ്ടി നിലവിൽ വാഷ് ചെയ്തില്ല, ജസ്റ്റ് ഓണറിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട്. ചെറിയ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ സോൾഡ് ആയി പോകുന്നുണ്ട്. പിന്നെ ഫോർച്യൂണറിന് വേണ്ടി വിളിച്ച എല്ലാവർക്കും നന്ദി. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയി. നമ്മളെ സ്വന്തം നാട്ടിൽ കണ്ണൂർക്കാണ് വണ്ടി പോയേക്കുന്നത്. അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം നമ്മളെ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ, അതായത് 50,000 കിലോമീറ്റർ ഓടിയ ക്രിസ്റ്റയാണ് ഇത് വരുന്നത്. അത് ലോ കിലോമീറ്ററിൽ നമ്മളെ കാര്യം നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വണ്ടി. അഡീഷണൽ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്ന വണ്ടി. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. അപ്പം ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് നല്ല ക്വാളിറ്റി, അതായത് നിങ്ങൾ ഇപ്പം വാഷ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഇത്ര ഒരു ഇത്. പക്ഷേ ഇതൊന്ന് വാഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 15,20,000 രൂപ മാത്രമേ ഉള്ളൂ. അതും നെഗോഷ്യബിൾ ആണ്. 2019 മോഡലാണ്. അതായത് നിങ്ങൾക്ക് ഇനി ഒരു കുറച്ച് വർഷത്തേക്ക് വണ്ടിയെ നോക്കണം, അത്ര ഗ്യാരണ്ടിയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ലാത്ത നല്ലൊരു വാഹനം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ലിങ്ക്, അതായത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആദ്യമേ വരും. പിന്നെ അത് കഴിഞ്ഞാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള ലോ കിലോമീറ്റർ ഉള്ള വാഹനങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ സെയിലായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തുള്ള നല്ല നല്ല വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, അതായത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറിനെ മീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വണ്ടി എടുക്കാവുന്നതാണ്. അത്ര ധൈര്യമായിട്ട് ഓണറിൻ്റെ വണ്ടി, അതായത് ഡയറക്റ്റ് പാർട്ടിയുടെ വണ്ടിയാണ് ഈ വരുന്നത്. ഇതിന് പൈസ, അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് RC പേയ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഓണറിൻ്റെ പേരിലേക്ക് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ത്രൂ അയക്കുക, അതായത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുക. അത്ര ഗ്യാരണ്ടി ആയിട്ട് തരാൻ പറ്റുന്ന വണ്ടിയാണ്. മിസ് ചെയ്യാതെ മേടിച്ചോളുക.